ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നട്ടപ്പാതിരാക്കി ഞങ്ങൾ മണ്ണാർക്കാട് സ്റ്റാൻഡിലിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ ഇറങ്ങി. ഷിനാജ് വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പാലക്കാട് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ കണക്ട് ചെയ്ത് അങ്ങനെ പോകണം. രാത്രി ആയതുകൊണ്ട് തന്നെ എന്താകും ഏതാകും ഒന്നും അറിയത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇനി വഴിയേ കാണാം. കുറച്ചധികം ഞങ്ങൾ കഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അതിൽ സീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 11:30 തോന്നുന്നു ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം കുറച്ചായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഒരു 3 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്, അതുകൊണ്ട് കറക്റ്റ് ഓർമ്മയില്ല. സ്റ്റാൻഡിലെത്തിയിട്ട് ഞങ്ങൾ ബാത്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഫോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് തിരുവനന്തപുരം ബസ്. അതിൽ കയറിയാൽ നമുക്ക് ആലപ്പുഴ ഇറങ്ങാമല്ലോ. അപ്പം സീറ്റ് ഫുള്ള് ബുക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തോ ആട്ടെ സ്റ്റാൻഡിൽ ചെന്നിട്ട് കയറാമെന്നുള്ളൊരിതിലാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അവിടെ കടയിൽ കയറി വെള്ളവും ലൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് കേട്ടോ. 2-3 തിരുവനന്തപുരം ബസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഫുള്ള് ആൾക്കാരായിരുന്നു. ഒരു സീറ്റ് പോലും ഒഴിവില്ലായിരുന്നു. അപ്പം അത്രയും ദൂരം നമ്മൾ നിൽക്കേണ്ടി വരും. ബുക്ക് ചെയ്തിട്ട് കയറിയ ആൾക്കാരാണ് ഓരോരോ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ കയറിയിട്ടും കാര്യമില്ല, നമുക്ക് ഇപ്പം സീറ്റ് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ സീറ്റ് കിട്ടും, അങ്ങനെ പ്രതീക്ഷ നിൽക്കാൻ പറ്റത്തില്ല. ഒരു ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഇരിക്കുന്നവരോട് ചോദിച്ചു എവിടെ ഇറങ്ങാനാണ്. കാരണം അടുത്ത വല്ലാണെങ്കിൽ കയറി കുറച്ച് നേരം നിന്നാൽ സീറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മിക്ക ആൾക്കാരും എറണാകുളത്ത് ഇറങ്ങുന്നവരായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയില്ല. പിന്നെ അങ്ങനെ നിന്ന് തൃശ്ശൂർ ബസ് കിട്ടി. അങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു ജ്യൂസ് കുടിച്ച് പിന്നെ ഈ ഒരു മിഠായിയും കഴിച്ച്, കാരണം ചെറുതായിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ സ്റ്റാൻഡിൽ എത്തിയിട്ടാണ് ശരിക്കുള്ള കഥ തുടങ്ങുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, അന്നത്തെ ദിവസം തന്നെ വെറുത്ത് പോയി. ഇത് കണ്ടില്ലേ, വരുന്ന ബസ്സിലൊക്കെ ഷിനാജി ഒന്ന് ചോദിക്കുന്നുണ്ട്, ഒന്നിൽ സീറ്റില്ല. എനിക്ക് തോന്നുന്നൊരു 5-6 ബസ്സിലെങ്കിലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒന്നിൽ പോലും സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ 3 മണിക്കൂറൊക്കെ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അവസാനം അടൂര് ബസ് വന്ന് ഞങ്ങളൊന്നും നോക്കില്ല, അതിലോട്ട് വലിഞ്ഞു കയറി. ലാസ്റ്റിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. കുലുങ്ങി ഞങ്ങൾ എന്തായാലും ആലപ്പുഴ എത്തി. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പിന് എനിക്ക് തോന്നുന്നു 7 മണിയായി ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോൾ. ഒരു 12 മണിയായി. ഞങ്ങളിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇടിയപ്പം ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, പിന്നെ അത് മീൻകറിയാണ്, കിളിമീൻ മുളയിട്ടത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് സാമ്പാറാണ് ഇന്നലത്തെ. ഞാൻ ചോറ കഴിക്കുന്നത് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട്. ഷിനാജ് ഇടിയപ്പം. ചോറിന് ഇനിയും കറികൾ വരാനുണ്ട്, കറികൾ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കഴിക്കട്ടെ ഗൈസ്. മുട്ടക്കറി ഉണ്ടായിട്ടെ, മുളകിട്ട കറിയും കൂട്ടിയാണ് കഴിക്കുന്നത്. എൻ്റെ മമ്മിയുടെ മുളക് കറി അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ബീച്ചിലാണ്. ദിസ് ഈസ് നോട്ട് ആലപ്പി ബീച്ച്, ദിസ് ഈസ് മാരാരിക്കുളം. ഷിനാജ് ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇവിടെ. കാണിച്ചു തരാണ്ട് കൂടുന്നതാണ്. ഇല്ല ഗൈസ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സായിപ്പുമാർ ഇവിടെയാണ് വരാറ് കാണിച്ചു കൊടുക്കുന്നത്. അതെ ഗൈസ്, ആലപ്പുഴനെക്കാട്ടി കൂടുതൽ സായിപ്പും മദാമമാരും ഇവിടെയാണ് വരുന്നത്. കാണിച്ചു തരാറുണ്ട് കൂടുന്നതാണ്. പിന്നെ ആലപ്പുഴനെക്കാട്ടി കുറച്ചുകൂടെ അടിപൊളി ബീച്ച് ഇതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല സൗണ്ട് ഉണ്ട്. ഇത് മാരാരിക്കുളം ബീച്ചാണ്. വീട്ടിൽ നിന്ന് കുറച്ച് വന്നാൽ മതി ഇങ്ങോട്ട്. ആലപ്പുഴ പോകുന്ന അത്ര ദൂരമില്ല. പിന്നെ ആലപ്പുഴ ബീച്ചിനെക്കാട്ടി കുറച്ചുകൂടെ അടിപൊളി ഇവിടെയാണ്. ക്രൗഡും ഭയങ്കര കുറവാണ്. ഫസ്റ്റ് ടൈമാണ് ഷിനാജ് ഇവിടെ വരുന്നത് അല്ലേ ഷിനാജ്? എൻ്റെ ബ്രൈറ്റ് ടു ബി ഒക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത് ഇവിടെ തന്നെയാണ്. സായിപ്പും മദാമയും കൂടുതലായിട്ടും. അവിടെ കുറച്ച് ടീംസ് ഇരിപ്പുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാൻ കഴിക്കാൻ. കുറച്ച് നടന്നപ്പോൾ കുഴഞ്ഞു. കുറേ നടന്നു ഞങ്ങൾ. കുറേ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ്. എനിക്ക് ആ തൊപ്പി വാങ്ങിച്ചു തരുക. ഇവിടെ എത്ര റേറ്റ് എന്ന് ചോദിക്കാം. എന്നാലും വെറുതെ ചോദിക്കാലോ. അത്യാവശ്യം നല്ല രീതിക്ക് ടയർഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയ ഉടനെ മാർക്കിടന്ന് ഉറങ്ങിയേട്ടാ. പിന്നെ ഒരു ഉച്ചയായപ്പോഴാണ് എണീറ്റ് കുളിച്ച് ഫ്രഷായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നത് 4 മണിക്കാണ് കേട്ടോ. അതെടുക്കാൻ ഞാൻ വിട്ടുപോയി. അങ്ങനെ ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5:30-6 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാരാരി ബീച്ച് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വീടിൻ്റെ കുറച്ചടുത്തായിട്ടാണ് കേട്ടോ.
കൊണ്ടുവന്നാണല്ലോ. നല്ല ടേസ്റ്റ്. തീർക്കല്ലേ, ടേസ്റ്റ് ഉണ്ട്. അനക്ക് കൊണ്ടുവന്നല്ലേ? കുറച്ച് നിങ്ങളുടെ സിപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. സിപ്പ് കഴിഞ്ഞു. ഇല്ല, പണി വേണ്ട. ഒരു ഗ്ലാസ് ഫുള്ള് കുടിക്കത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ നടക്കാൻ പറ്റത്തില്ല വയറ് നിറഞ്ഞാലേ. ഇതൊരെണ്ണം മതി ചേച്ചി. കാണിച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഗൈസ്, ആ കുഞ്ഞി 2 വെളിച്ചം കണ്ട ബോട്ടാണ്. ഞങ്ങളിനി അങ്ങ് അറ്റം വരെ നടക്കണം, അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോകുവാണ് തിരിച്ച്. ഒരു 2.5 കിലോമീറ്ററോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു. എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കട്ടെ. അങ്ങനെ മാരാരിക്കുളം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു കേട്ടാ. ഈ ഒരു കടയെന്ന് പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റ് ഫീലുള്ള കടയാണ്. ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ മിക്കപ്പോഴും ഇവിടെ കയറി ജ്യൂസും മൊമോസും കഴിക്കുമായിരുന്നു. മൊമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവിടുത്തെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഷിനാജിനെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഷിനാജ് ഒരു ഷവർമയാണ് കഴിച്ചത്, ഞാൻ ദേ മൊമോസ് കഴിച്ച്. ഇതെന്തോ ഫ്രൈഡാ, എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഇതിന് 5 ഫ്ലേവർ സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. നല്ല ഫ്രൈഡാണ്, നല്ല ക്രഞ്ചിയാണ്. ഞാൻ പൊതുവേ സ്റ്റീംഡ് മൊമോസാണ് കഴിക്കാറ്, പക്ഷേ ഇത് സ്പെഷ്യൽ കണ്ടപ്പോൾ എന്തായാലും ഷിനാജ് പറഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഓർഡർ ആക്കിയതാണ്. എന്നെപ്പോലെ മൊമോസ് ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉടുക്കത്തെ ചൂടായിരുന്നു, വായിലോട്ട് വെച്ചപ്പോൾ തന്നെ പൊള്ളിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായിട്ട് ഞങ്ങൾ നേരെ മുല്ലക്കയിലോട്ടാണ് കേട്ടോ പോയത്. ആലപ്പുഴക്കാർക്ക് അറിയായിരിക്കും മുല്ലക്ക എവിടെയാണ് എന്താണെന്നൊക്കെ. അങ്ങനെ അവിടെ ഒരു കടയിൽ പകുതി വിലക്ക് ചെരുപ്പുകളെന്ന് ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി. കുറേ നാളായിട്ട് ക്രോക്സ് വാങ്ങണമെന്ന് വിചാരിച്ച് നടക്കുകയാണ്, പക്ഷേ ഇവിടെ നോക്കിയാലും ഉടുക്കത്തെ റേറ്റാണ്. അപ്പോൾ അങ്ങനെ എടുക്കാതെ പോകുമായിരുന്നു. ഇവിടെ നിന്ന് എന്തായാലും ഒരു ക്രോക്സ് ഷിനാജ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ട്, അതെനിക്ക് ഇഷ്ടമുള്ള എടുത്തോന്നും പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു തന്ന്. അങ്ങനെ ആലപ്പുഴ ബീച്ചിൽ പോയി അവിടെ എന്തോ ഗാനമേള പരിപാടി ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം അതും കണ്ട് നിന്ന് എന്നിട്ട് തിരിച്ച് പോകുന്ന വഴി വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അന്നത്തെ ദിവസം പിന്നെ ഞാനൊന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഞങ്ങൾ പ്രേമിക്കുന്ന ടൈമിൽ അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ. ഞങ്ങൾ അങ്ങോട്ട് ഒന്നിക്കാൻ ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഞാൻ കുറച്ച് നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് എന്തെങ്കിലും നേർന്നാലേ അത് നടക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ നേർന്ന ഒരു നേർച്ച വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഒരു പള്ളിയിൽ ഇങ്ങനെ ചക്കരക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാം, അവിടെ ചെന്നിട്ട് കുക്ക് ചെയ്തും കൊടുക്കാം. പാവം എൻ്റെ മമ്മി രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയൊക്കെ വെച്ച് എല്ലാം പാത്രത്തിലാക്കി കൊണ്ടുപോകാൻ നല്ല റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഞാനും ഷിനാജും തന്നെ ഫസ്റ്റ് ഗ്ലാസ്സിലാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കണം, അതാണ് നമ്മുടെ നേർച്ച. അതോടെ നമ്മുടെ നേർച്ച കഴിഞ്ഞു. അങ്ങനെ ദേ ഷിനാജ് ഫസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അരച്ചൊഴിച്ചു തീരുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ വരുന്നൊരു പള്ളിയാണ് കേട്ടോ. എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് തുടക്കം മുതൽ ഞാൻ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടെ. അങ്ങനെ കഞ്ഞിയൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷിനാജ് ഇത് കണ്ടപ്പോൾ പറഞ്ഞ് ഇത് എപ്പോൾ തീരാനായിട്ട് നമ്മൾ കൊടുത്തിട്ടൊന്ന്, പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് പാത്രം കാലിയത്. അപ്പോൾ തന്നെ ഞാൻ ഷിനാജിനോട് പറഞ്ഞായിരുന്നു, ആൾക്കാരിങ്ങനെ വരും പാത്രത്തിൽ വാങ്ങിക്കൊണ്ടുപോകും, ഗ്ലാസ്സിൽ വാങ്ങിച്ച് കുടിക്കും, പെട്ടെന്ന് തീർന്നോളൂ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് മുമ്പ് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും ഷിനാജും എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും കൂടെയാണ് കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഇവിടുന്ന് നേർച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് പാലക്കാടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ ഒഴിച്ച് ഞങ്ങളെല്ലാവരും കുടിച്ച് പെട്ടെന്ന് തന്നെ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അവിടെ നേർച്ചയൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാഞ്ഞിരമറ്റം പള്ളിയാണ് കേട്ടോ. കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേര് അറിയാത്തവരും ഉണ്ടായിരിക്കും. അറിയാവുന്നവരും പോയിട്ടുള്ളവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ താഴെപ്പള്ളിയും മേരെപ്പള്ളിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കയറി നമ്മൾ നേർച്ചയിട്ട് ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ തന്നെ നമുക്ക് കഞ്ഞി വെച്ചിട്ട് അവിടെ അടുപ്പൂട്ടി കഞ്ഞി വെച്ച് അവിടെ നിന്ന് തന്നെ കൊടുക്കാം. അങ്ങനെ നേർച്ച ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കാം.
കൊടുക്കാമെന്ന് നേർച്ച ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഷിനാജിനെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത്. പിന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ലഞ്ച്. അങ്ങനെ അവർ ഓട്ടോയിൽ കയറി ആലപ്പുഴയ്ക്കും പോയി. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പാലക്കാട് പോകാൻ വേണ്ടിയിട്ട്. അവർ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് ബസ് കിട്ടി കേട്ടോ. ഞങ്ങൾ വൈറ്റിലയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മണ്ണാർക്കാട് ബസ് കിട്ടിയപ്പോൾ 4:30 2:30 എത്തി. ഞങ്ങൾ 4:30 ബസ് കിട്ടി. ബസ് പിന്നെ നമുക്ക് എപ്പോഴും ട്രാജഡി ആണല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഈ ബസ്സിലിരിക്കുന്ന തന്നെ അല്ലാതെ എന്ത് കാണാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം.